അപ്പോൾ ഈ ക്ഷേത്രം റിസർച്ച് ഗോളിയർ കൊട്ടാരം അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ ഇതുപോലെ കട്ട് ചെയ്ത് കുറേ സേവ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എന്തെല്ലാം പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് വരും, ചിലപ്പോൾ പോവും. കുറേ ആൾക്കാർ നമ്മുടെ മൊബൈലിൻ്റെ കയറി കളിക്കുക. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലായി. ഇത് ഞാൻ യൂട്യൂബിൽ ഇടുന്ന മുമ്പ് എൻ്റെ മൊബൈലിൽ എടുത്തുകൊണ്ട് പോയിട്ട് പരപ്പിക്കണം അവർ. എന്നാലും ഞാൻ എൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ നാട്ടിൽ നന്നാക്കാനായിട്ട് ഓരോ ക്ലാസ് എടുക്കുന്നു, നിങ്ങളാരും ചെയ്യാത്തത്. അത് ഞാൻ അഹങ്കാരത്തോട് പറയണതല്ല. നാട് നമ്മൾ നന്നാക്കണം. ഇനി നമ്മളൊരു വിദ്യാഭ്യാസമുള്ളൊരു കൗമാരമെങ്കിലും സ്വന്തം നാട്ടിൽ രക്ഷപ്പെടണം, അത്ര ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ക്ഷേത്രം റിസർച്ച്. അപ്പോൾ ഈ ഗോളിയർ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ നാഗരികത ടൂറിസം ഒരു പ്രത്യേക നാഗരികതയെന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ നാട്ടിൽ. എനിക്ക് അമ്പലങ്ങളൊന്നും ടൂറിസത്തിൻ്റെ ഭാഗമാക്കാനില്ല, പക്ഷേ അങ്ങനെ ടൂറിസം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ പോകുമ്പോൾ പലതും കാണും. നമ്മൾ എല്ലോറ ഗുഹകൾ, ഖജുരാഹോ, അല്ലെങ്കിൽ അങ്ങനത്തെ എൻജിനീയറിംഗ് വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് കാണും. സാംസ്കാരിക ലോകമല്ല, നമ്മുടെ അത്രയ്ക്കും എല്ലാ ലോകവും ഉന്നമനത്തിൽ നിന്ന സമയമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഗോളിയർ കൊട്ടാരം നമ്മൾ കാണേണ്ട ഒരു മനുഷ്യൻ. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ത്യ, എന്തായിരുന്നു ഹിന്ദു, എന്താണ് ഭാരതത്തിൻ്റെ ഡെപ്ത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു മലയുടെ മുകളിലൊരു കൊട്ടാരം. ശരിക്കും ഈ മഹിഷ്മതി എന്നൊക്കെ പറയില്ലേ നമ്മുടെ ബാഹുബലിയിലെ, അയാളതിൽ മീൻസ് നമ്മുടെ ഡയറക്ടർ അതിലൊരുപാട് ഇതൊക്കെ കാണിച്ചിട്ടാവാം, ആഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇത് ഒറിജിനൽ നമുക്ക് ആ ഫീൽ തോന്നും. ഗോളിയർ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ശരിക്കും നമുക്ക് ഒരു രാജഭരണത്തിൻ്റെ എല്ലാ റേഞ്ചും ഉള്ളൊരു സ്ഥലം. ഈ ഗോളിയർ കൊട്ടാരത്തിൻ്റെ താഴേക്ക് നാഗരികത വന്ന് പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു യാതൊരു നാട്ടുചന്തയുടെ നിലവാരം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെയൊക്കെ. പക്ഷെ ലോകത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയും ഗോളിയർ കൊട്ടാരം. ശരിക്കും ബാഹുബലി കണ്ടവർക്ക് അതിൻ്റെ റേഞ്ച് മനസ്സിലാവും. അതായത് കുരുക്ഷേത്ര, അയോധ്യ, ഒറ്റ പോക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഇപ്പം ടൂർ മേഖലകളിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റിയൊരു സ്ഥലങ്ങളിൽ ഇങ്ങനൊരു സംഭവമില്ല. സംഭവം ഹംപിയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും, പക്ഷെ ഇതേപോലെ അത്ഭുതപ്പെടുത്തില്ല ഗോളിയർ കൊട്ടാരം പോലെ. അതാണ് എൻ്റെ മാറ്റം. ഹംപി നമ്മൾ അത്ഭുതപ്പെടുത്തുമ്പോഴും പിന്നെ അവിടെ ഈ തേയിലത്തോട്ടത്തിൻ്റെയും കാപ്പി സംസ്കരണം, ചായ സംസ്കരണത്തിൻ്റെ ഒക്കെ മുകളിലുള്ള എന്തോ ഒരു ബ്രിട്ടീഷ് ലെവലുള്ളതാണ് ഈ കർണാടകയിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ഗോളിയർ ഏത് സംസ്ഥാനത്ത് എനിക്ക് ഓർമ്മയില്ല, മധ്യപ്രദേശാണോ എനിക്ക് ഓർമ്മയില്ല. ഇതിനെ കണ്ടിന്യൂ കട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോ പറയാം.